കഴിഞ്ഞ 3 ക്ലാസ്സുകളായി ആർട്ടിക്കിൾസിനെ കുറിച്ച് പരിചയപ്പെടുകയായിരുന്നു. അതിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്നത്തെ ക്ലാസ് ഡെഫിനിറ്റ് ആർട്ടിക്കിളായി ദ എന്നതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 2 പോയിന്റുകൾ അതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. വരും ക്ലാസ്സിലേക്ക്. ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എവിടെയാണ് ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സൺ, എർത്ത്, വേൾഡ്, യൂണിവേഴ്സ്, ഗ്ലോബ്, ഹൊറൈസൺ, ഇക്വേറ്റർ, വിൻഡ്, സ്റ്റാർസ്, മൂൺ, പോപ്പ്, ഡെവിൾ, ഹെവൻസ്, ഗോഡ്സ്, പോൾസ് എന്നിങ്ങനെയുള്ള വേർഡ്സിന് മുൻപിലായി, അതായത് അമാനുഷികവും അമൂല്യവുമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന വേർഡുകളുടെ മുൻപിലായിട്ടാണ് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടത് എന്നത് നമ്മൾ ഓർക്കുക. ഒരു ഉദാഹരണം നോക്കാം. ഡാഷ് വേൾഡ് ഈസ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഡാഷ് വേൾഡ് ഈസ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ നേരത്തെ ഇവിടെ എഴുതിയതിൽ വേൾഡ് എന്ന വേർഡ് എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ദ വേൾഡ്. എന്തിനാണ് ഈ വേർഡുകൾ എഴുതിയിട്ടെന്ന് ചോദിച്ചാൽ, ഈ ക്ലാസ് കേൾക്കുന്ന കാണുന്ന മുഴുവൻ ആളുകൾക്കും ഇത്തരം വേർഡ്സ് വരുമ്പോൾ അവിടെ നമ്മൾ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം എന്ന് പഠിക്കുന്നതിലേക്ക് വേണ്ടിയാണ്. മറ്റൊരു എക്സാമ്പിൾ, ഫേമസ് ബുക്സ്, ഹോളി ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് തുടങ്ങിയവയുടെ മുൻപാകെ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം എന്നാണ്. കുറച്ച് എക്സാമ്പിൾ നോക്കാം. ദ രാമായണ, ദ വേദാസ്, ദ ഇലിയഡ്, ദ എൻസൈക്ലോപീഡിയ, ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്നിങ്ങനെയുള്ള ബുക്സുകളോ ന്യൂസ് പേപ്പേഴ്സോ മാഗസിൻസോ പറയുന്ന സ്ഥലത്ത് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം എന്നതാണ് ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നാൽ ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ പറഞ്ഞ രാമായണ എന്ന ബുക്കിന് മുൻപേ, അല്ലെങ്കിൽ വേദാസ് എന്ന ബുക്കിന് മുൻപേ, ഇലിയഡ് എന്ന ബുക്കിന് മുൻപേ ആ പുസ്തകങ്ങൾ, ബുക്കുകൾ, ഹോളി ബുക്സ് എഴുതിയ ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ബുക്സിന്റെ പേരിന് മുന്നിൽ ഓഥറിന്റെ പേരുണ്ടെങ്കിൽ അവിടെ നമ്മൾ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഈ ബുക്കുകളുടെ പേരിന് മുന്നിൽ ആ പുസ്തകം, ബുക്ക് എഴുതിയ ഓഥറിന്റെ പേരുണ്ടെങ്കിൽ അവിടെ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, വാൽമീകീസ് രാമായണ. അപ്പൊ ഈ രാമായണ എന്ന പുസ്തകം എഴുതിയത് വാൽമീകിയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വാൽമീകിയുടെ മുന്നിൽ നമുക്ക് ഡാഷ് തന്നിരിക്കുന്നു എന്ന് വെക്കുക. അവിടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പറഞ്ഞാൽ അവിടെ ആർട്ടിക്കിളിന്റെ ആവശ്യമേ ഇല്ല. ദ വാൽമീകി എന്ന് പറയാറില്ല. വാൽമീകീസ് രാമായണ എന്ന് മാത്രം മതി. അവിടെ ആർട്ടിക്കിൾ വേണ്ട. അതുപോലെ തന്നെ ഇലിയഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാ? ഹോമർ ആണ്. ഹോമേഴ്സ് ഇലിയഡ് തന്നിട്ടുണ്ട്. അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നോ നീഡ് ടു യൂസ് ദ ആർട്ടിക്കിൾ. അവിടെ ആർട്ടിക്കിൾ വേണ്ട. ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഹോമേഴ്സ് ഇലിയഡ്. ഇങ്ങനെയാണ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നതിൽ ചില കാര്യങ്ങൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നതിലുള്ള ചില പോയിന്റുകൾ. ഇതുപോലെ ഇനിയും ചില പോയിന്റുകൾ ഉണ്ട്. വരും ക്ലാസ്സുകൾ നമുക്കത് കേൾക്കാം. എല്ലാവരും ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനൽ കേൾക്കുകയും കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എന്ന അഭ്യർത്ഥനയോടെ എൻ്റെ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ പഠിതാക്കൾക്കും താങ്ക്സ്.